ഹലോ മുത്തോണം, എന്തൊക്കെ പാട് സുഖമല്ലേ? ഇന്നലെ ഞാൻ ചാനൽ നിർത്തുമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരെ പറ്റിച്ചു. അത് ഒരുപാട് പേർക്ക് സന്തോഷം ഉണ്ടായിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ ചില ആളുകൾക്കൊരു ഷോക്കായി വിഷമമായി എന്ന് ചില ആൾക്കാർക്ക്, അധികം ആൾക്കാർക്ക് സന്തോഷമായി. കാരണം ഞാൻ കമൻറ്റ് ബോക്സിലും കണ്ട് ഇത്രത്തോളം ചാനൽ ഞാൻ നിർത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും അതൊന്നും ഒരു രസമായിട്ട് ഞാൻ എടുത്തു. പക്ഷെ ഇന്നത്തെ എൻ്റെ സബ്ജക്റ്റ് എന്താ വെച്ചാൽ, നമ്മൾ ഒരുപാട് പേര് എന്താ പറയുക, പ്രത്യേകിച്ച് കേരളത്തിലാണെങ്കിൽ ബിരിയാണി ഇഷ്ടപ്പെടാത്ത ആളുകൾ കുറവാവും. അധിക പേർക്കും ബിരിയാണി ഇഷ്ടമാവും. പല രീതിയിലുള്ള ചിക്കൻ ബിരിയാണി ആവും, മട്ടൻ ബിരിയാണി ആവും, ചെമ്മീൻ ബിരിയാണി ആവും, കുട്ടൻ ബിരിയാണി, അങ്ങനെ ഒരുപാട് തരം ബിരിയാണികളുണ്ട്. ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള കല്യാണത്തിൻ്റെ ബിരിയാണി, സൽക്കാരത്തിനുണ്ടാവുന്ന ബിരിയാണി, അങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് കാരണം അങ്ങനത്തെ ബിരിയാണി. അല്ലാതെ നാട്ടിലുള്ള ഹോട്ടലിൽ അങ്ങനെയുള്ള വാങ്ങണമെന്നല്ല, സെപ്പറേറ്റ് ഇങ്ങനെ കല്യാണം അങ്ങനെയുള്ള ഒരു പ്രത്യേക ടേസ്റ്റ് കാരണം. അപ്പോൾ ഞാനിപ്പോൾ നാട്ടിലല്ല, ഞാൻ ഒമാനിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നാട്ടിലത്തേക്കാൾ കൂടുതൽ നമ്മൾ എല്ലാ വെള്ളിയാഴ്ചകളിലും അല്ലെങ്കിൽ തിങ്കളാഴ്ചകളിലൊക്കെ നമ്മൾ ബിരിയാണി വെക്കാറുണ്ട്. പല രീതിയിലുള്ള ടേസ്റ്റുകളാവും. പക്ഷേ നമ്മുടെ നാട്ടിലത്തെ ആ ഒരു എന്താ പറയുക, ആ ഒരു കല്യാണ രീതിയിൽ അല്ലെങ്കിൽ സൽക്കാര രീതിയിലുള്ളൊക്കെ ബിരിയാണി തിന്നാൻ ഒരുപാട് ആഗ്രഹം, കൊതിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഇവിടെ നമ്മളൊരു കാക്കുണ്ട്, അസ്രഫാക്കാർ. ഒരാൾ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കല്യാണത്തിലൊക്കെ ബിരിയാണി വെക്കുന്ന ആളാണ്. നമ്മുടെ നാട്ടിൽ വളാഞ്ചേരിയുള്ള ആളെന്ന്. മൂപ്പര നല്ല ബിരിയാണി വെക്കണം. അപ്പോൾ മൂപ്പരോട് പറഞ്ഞു, കാക്ക നിങ്ങൾ എന്തായാലും നമ്മുടെ നാട്ടിലത്തെ ആ ബിരിയാണികളൊന്ന് വെച്ചേരി, കാരണം നമുക്ക് നല്ല പൂതിയുണ്ട്. നമ്മൾ ബിരിയാണിയൊക്കെ തിന്നുന്ന ആൾക്കാർ തന്നെയാണ് ഇവിടെ. കാരണം നമ്മൾ നാട്ടിലത്തേക്കായും കൂടുതൽ ഇവിടെ തിന്നലുണ്ട്. പക്ഷേ അതും തിന്നാനുള്ള പൂതിയുണ്ട്, നിങ്ങളൊന്ന് വെച്ചേരി. അപ്പോൾ മൂപ്പരാൾ നമുക്ക് വേണ്ടിയിട്ട് ആ ബിരിയാണി വെച്ചെന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടോളൂ. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ ഈ ബിരിയാണി ലവേഴ്സ് ഒന്ന് കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്കും ചെയ്യണം, നമ്മൾ വീഡിയോ ഷെയറും ചെയ്യണം കേട്ടോ. അപ്പോൾ കാക്ക ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് ദമ്മ് പൊട്ടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതാണ് നമ്മൾ അസ്രഫാക്ക കേട്ടോ. മൂപ്പരാൾ നാട്ടിൽ നല്ല അടിപൊളി ഒരു പണ്ടാരി കേട്ടോ. കണ്ടില്ല നിങ്ങൾ? ഇത് നമ്മളെ ഇവിടുത്തെ റൈസാട്ടോ, ഇവിടുത്തെ അരിയാണ്. അതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു മാറ്റം ഉണ്ടാവും. എന്നിരുന്നാലും ആ നാട്ടിലത്തെ അതേ ടേസ്റ്റിൽ മൂപ്പരാൾ ഉണ്ടാക്കിയ ബിരിയാണി നമുക്ക് തിന്നാൻ പറ്റും കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് തിന്നത് തന്നെയാണ്. നമ്മളെ പ്രത്യേകിച്ച് മൂപ്പരാളെ മട്ടൻ ബിരിയാണിയൊക്കെ ഒന്നും പറയാനില്ലാത്ത സാധനമാണ്. അത് വേറൊരു വൈബാണ്. കാരണം ഞങ്ങളൊക്കെ ഒരുപാട് തിന്ന് നമ്മളെ എന്താ പറയുക, ഒന്നും പറയാനില്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ മൂപ്പരാൾ ഇന്ന് ഉണ്ടാക്കിയ ചിക്കൻ ബിരിയാണി കേട്ടോ. നല്ല അടിപൊളി ദമ്മ് ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ നമുക്കൊക്കെ വേണ്ടി ഇങ്ങനെ അതാ ഓരോരുത്തർ ഓരോ പണിയിലൊക്കെയുണ്ട്. ചോറുന്നാൻ വേണ്ടി വെയിറ്റ് നിൽക്കുക. അതാ ഒരാൾ സലാഡ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മളെ നാട്ടുകാരൻ തന്നെ മുർഷി. നമ്മളെ കണ്ണൂരാക്ക അതാ തിന്നാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഫസ്റ്റ് കണ്ണൂരാക്കനെ വേണമെന്ന് പറഞ്ഞിട്ട് മൂപ്പരാൾ വെയിറ്റ് ചെയ്യണം. ഒരാൾ തലശ്ശേരി ബിരിയാണി എന്നിട്ട് നമ്മളെ നാട്ടിലത്തെ മലപ്പുറം ബിരിയാണി കൂടി തിന്നാൻ എന്താ പാട് നോക്കാൻ വേണ്ടി വെയിറ്റ് നിൽക്കാം. ഇതാ ചിക്കൻ പീസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ പൊരിച്ചിട്ടുള്ള ദമ്മ് ബിരിയാണി ഉണ്ടാക്കിയിരിക്കണ്. അല്ല നമ്മളെ ലഗോൺ ബിരിയാണി ഉണ്ടല്ലോ, മറ്റേ അങ്ങനെ ബോയിൽ ചെയ്ത് അങ്ങനെയല്ല, അല്ല ചിക്കൻ പൊരിച്ചുകൊണ്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളെ കണ്ണൂരാക്ക് തിന്നാം. അത് കഴിഞ്ഞിട്ട് ഞമ്മക്കും ഉണ്ട് സർവ് ചെയ്തിട്ടുണ്ടോ. കണ്ടില്ല നിങ്ങൾ? ഇത് നമ്മൾ പറഞ്ഞറിയിച്ചിട്ട് കാര്യമില്ല, കാരണം എന്തായാലും തിന്നറിയ തന്നെ വേണം. പക്ഷെ ഇത് നമ്മൾ എന്താ പറയുക, അത് ഞാൻ തിന്നുന്നുണ്ട്, നമ്മൾ തിന്നുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കുഴപ്പമില്ലാത്തൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മാക്സിമം കയറി ഷെയർ ചെയ്തോളി, നിങ്ങളെ അഭിപ്രായം പറഞ്ഞോളി. ഓക്കെ.